ഭായ് ഓർ ബഹനോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പറയാനുണ്ട്. ബ്രേക്കിംഗ് ന്യൂസ് അല്ല, ബ്രേക്ക് പൊട്ടിയ ന്യൂസ്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അമേരിക്കക്കാർ നിർമ്മിച്ച 1000 കോടി രൂപ വിലമതിക്കുന്ന ഒരു ഉഗ്രൻ ഫൈറ്റർ ജെറ്റ് F-35 വിമാനം പറക്കാനാവാതെ ഒരാഴ്ചക്കാലം ഏറെയായിട്ട് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കിടപ്പുണ്ട്. ബ്രിട്ടീഷ് എഞ്ചിനീയേഴ്സ് പഠിച്ച പണി 18 നോക്കി പുള്ളി പറക്കുന്നില്ല. ഇനി അമേരിക്കയിൽ നിന്ന് വേറൊരു വിമാനം വന്ന് നമ്മൾ വലയിട്ട് മീൻ പിടിക്കുന്ന പോലെ അതിൽ നിന്നൊരു കൊളുത്ത് താഴേക്കിട്ട് ആ കൊളുത്ത് ഈ ഫൈറ്റർ ജെറ്റിൽ പിടിപ്പിച്ച് ഇങ്ങനെ പറത്തിക്കൊണ്ട് പോകണം എന്നാണ് ഞാൻ കേട്ടത്. ഇതിനിടയിൽ അമേരിക്കക്കാരൻ തിരുവനന്തപുരത്തിരിക്കുന്ന ബ്രിട്ടീഷ് പൈലറ്റിനെ വിളിച്ച് ചോദിച്ചെന്ന്, വാട്ട് ഹാപ്പൻ ടു അവർ ജെറ്റ്, വാട്ട് ഡിഡ് യു ഡു? പുള്ളിക്കാരൻ തിരിച്ചു പറഞ്ഞ മറുപടി, ഡേ മൊടയടാ, കണ്ട ചവറ്റ് പൊട്ടി കിടക്കുന്ന ആ സാധനങ്ങളെടുത്ത് കിടിലൻ സാധനം എന്ന് പറഞ്ഞ് നമ്മുടെ തല കെട്ടി വെച്ചിട്ട് ഇപ്പൊ അത് അനങ്ങൊന്നുമില്ല, പറക്കുന്നുമില്ല. 2 ദിവസം കൊണ്ട് ശരിയാക്കി തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ അടിച്ചിന്റെ കൂമ്പ് ഞാൻ പാട്ടിക്കളയും പായലെ. ഇനി ഈ ബ്രിട്ടീഷ് പൈലറ്റ് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ്, ബട്ടർ ആൻഡ് ക്രോയ്സന്റ് ഇതൊന്നും ആയിരിക്കില്ല. നല്ല ചൂട് ദോശ, രസവട, ചമ്മന്തി, സാമ്പാർ, പുട്ട്, പയറ്, പപ്പടം. ഞാൻ പേഴ്സണലായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ കോഹിനൂർ രത്നം, അതുപോലെ തന്നെ സ്വർണ്ണ നാണയങ്ങൾ, സ്വർണ്ണ കിരീടങ്ങൾ, കുറേ വൈഡൂര്യം, ഇതെല്ലാം മോഷ്ടിച്ച് ബ്രിട്ടീഷുകാർ അവരുടെ മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആധാർ കാർഡും ഒരു റേഷൻ കാർഡും നമ്മൾ ഒപ്പിച്ചിട്ട് ഈ F-35 നമുക്കങ്ങ് ഇസ്കാം, അടിച്ചങ്ങ് മാറ്റാം. എന്ത് പറയുന്നു? ഞാൻ ആ വിമാനം ഒന്ന് കണ്ടിട്ട് വരാം, കുറച്ച് ദിവസമായിട്ട് കിടക്കുകയല്ലേ. ഓക്കെ, അപ്പോൾ കാണാം.